ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അറഫ നോമ്പാണ്. അപ്പം നമുക്ക് നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് സമൂസ ഉണ്ടാക്കാം. അപ്പോൾ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, സവാള ഒക്കെ ഇട്ട് ജസ്റ്റ് നമ്മളൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് അതൊക്കെ ഇട്ട് നമ്മൾ വഴറ്റിയെടുത്ത്. അപ്പം സമൂസയ്ക്ക് അങ്ങനെ ഒരുപാട് സോഫ്റ്റായിട്ട് അങ്ങ് വഴണ്ട, കുറച്ചൊന്നും അതായത് മതി. അപ്പം അങ്ങനെ നമ്മൾ വഴറ്റിയെടുത്തപ്പം വെജിറ്റബിൾ സമൂസയാണ് നമ്മൾ ഉണ്ടാക്കണത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വേവിച്ച കിഴങ്ങിട്ട് അത് ഇനി നന്നായിട്ട് ഉടച്ച് അതിലെ കൂടെ മിക്സാക്കി എടുക്കണം. നമ്മൾ കിഴങ്ങൊക്കെ അതിനകത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ഗ്രീൻ പീസ് അത് കൂടെ ചേർത്ത് കൊടുക്കും. ഗ്രീൻ പീസ് ഞാൻ മുളപ്പിച്ചിട്ടാണ് ചേർത്തേക്കണം. നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ച് ഇങ്ങനെ മുളപ്പിച്ചിട്ട് ഉപയോഗിക്കാനുള്ള കുറച്ചും കൂടെ നല്ലതാണല്ലോ. അതുകൊണ്ട് മുളപ്പിച്ച് വെച്ചിരുന്നായിരുന്നു. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് നമ്മൾ കുറച്ച് മസാലേൻ്റെ പൊടി, കുറച്ച് കുരുമുളക് പൊടി അതൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പറയാൻ വിട്ടുപോയി. ഇനി അവസാനമായിട്ടൊന്ന് മേന്മയ്ക്ക് കുറച്ച് മല്ലിൻ്റെ ഇല കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി നമ്മൾ സമൂസേൻ്റെ ഷീറ്റ് എടുത്ത് ഇങ്ങനെ കോണായിട്ട് മടക്കി അതിലേക്ക് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം മൈദ ഇവിടെ വെള്ളത്തിൽ കുറച്ച് കലക്കി വെച്ചിട്ടുണ്ട്. അതെടുത്ത് നമ്മൾ ചുറ്റിയിട്ട് അവസാനം വരുന്ന ഒരു ഭാഗത്ത് കുറച്ച് തേച്ച് കൊടുക്കുക. തേച്ചിട്ട് നമ്മൾ ഇതങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. അങ്ങനെ അത്യാവശ്യം നമ്മളതെല്ലാം കുറേ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന ഫില്ലിങ്സും കൂടി നമ്മൾ ഷീറ്റിലാക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. എന്നിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി നമ്മൾ കുറച്ച് ഈ രണ്ടെണ്ണം വെച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുകയാണ്. സമൂസ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുമല്ലോ, അപ്പോൾ അതിങ്ങനെ പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുത്ത് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. കുറച്ച് ഞാനിവിടെ ഓൾറെഡി പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയും കൂടി നമുക്കിങ്ങനെ രണ്ടെണ്ണമായിട്ട് പൊരിച്ചെടുക്കണം. പിന്നെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തണ്ണിമത്തങ്ങ ജ്യൂസ് എടുത്തിരിക്കണം. ഇനി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മൾ ഇന്നലെ നെസ്റ്റോ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന മഞ്ഞ തണ്ണിമത്തങ്ങയാണ്. അത് കട്ടാക്കിയിട്ട് മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ജ്യൂസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് വേഗം നമ്മൾ ജ്യൂസാക്കി ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ജ്യൂസ്, സമൂസ, പിന്നെ ഒരു പ്ലേറ്റിൽ കുറച്ച് ഈത്തപ്പഴം, മുന്തിരി, പിന്നെ എന്താ പറയുക ഹൽവ, കുറച്ച് പേരയ്ക്ക അതൊക്കെ നമ്മൾ കട്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് കൊടുത്തു നമ്മളെല്ലാവരും നോമ്പ് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. കാത്തിന് ഭയങ്കര ഇഷ്ടമാണ് നോമ്പ് മുറിക്കുന്നത്. റമദാനിൽ നോമ്പായിരുന്നപ്പോൾ കൂടെ അവളിങ്ങനെ എപ്പോഴും നോമ്പ് മുറിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ